അവിടെ ചെന്നു, എന്നോടൊന്നും ചോദിക്കുന്നില്ല. 2 ദിവസം നിന്നു, 3 ദിവസം നിന്നു. കാര്യങ്ങളെല്ലാം അവിടുത്തെ ഞാനും കൂടി നോക്കി നടത്താൻ തുടങ്ങി. ഇവരിപ്പോൾ എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് പ്രശ്നങ്ങൾ. വളരെ ചുരുങ്ങിയ പകുതി ആ സമയം ഇവിടെ ആ ഒരു കിടപ്പാടം കിട്ടുന്നതിന് മുമ്പ് ചാനലുകളിൽ എൻ്റെ ഫോട്ടോ സഹിതം വന്നുകൊണ്ടിരിക്കുവാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. കാരണം ഇത്രയും ബാധ്യത വെച്ച് പോയല്ലോ. എന്നെ വിളിക്കും, ഞാൻ ഫോൺ എടുക്കും. എവിടെയാണ്? ഞാൻ കൃപാസനത്തിലാണ്. എന്നാൽ നിന്നെ ഇപ്പോൾ അവിടുന്ന് പൊക്കും. പക്ഷെ ആരും വന്നിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞു കൃപാസനത്തിലാന്ന്, വരുവാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് പ്രശ്നമാവുമല്ലോ. ഞാൻ കൃപാസനത്തിലാണ്. അമ്മ എന്നെ കൈവെള്ളയിൽ ഒരാൾ പോലും എന്നെ വന്ന് എന്നോടൊരു അപമര്യാദയായിട്ട് പെരുമാറാത്ത രീതിയിൽ ചാനലിലും വാർത്ത വന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു, വാട്സപ്പ് വഴി വന്നിട്ട് എന്നെ ഒരു രീതിയിൽ പോലും ഒരു ഉറുമ്പ് കടിക്കാതെ എന്നെ സംരക്ഷിച്ചു. അങ്ങനെ എനിക്ക് ഈ അഭയം കിട്ടി. ഞാൻ അവിടെ ചെന്നു. ഞാൻ സൈക്കോളജി കൗൺസിലറാണ്. ഈ സരിതയോട് പറഞ്ഞ ഓരോ കാര്യം. അപ്പോൾ സരിതയുടെ വീട്ടുകാർ കംപ്ലീറ്റ് എതിർക്കാൻ തുടങ്ങി. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ വീട്ടിൽ കയറ്റി കിടത്താൻ പാടില്ല, ഹസ്ബൻഡ് അടക്കം. എന്താണ് സംഭവം എന്നറിയില്ലല്ലോ. നാളെ ഒരു ആപത്തുണ്ടാക്കി വെച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. സരിതയെ കൊണ്ട് മാതാവ് പറയിച്ചു, എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ ഞാൻ അവിടെ നിന്നു. 3 വർഷക്കാലം ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ചു. ഞാൻ അഭയം കിട്ടിയ സമയം എനിക്ക് ദുബായിൽ നിന്നൊരു കോള് വന്നു. കോള് വന്നത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പൈസയുള്ള സമയത്തൊരു കൊച്ചിനെ ഗൾഫിൽ പോകാൻ ഞാൻ സഹായിച്ചിരുന്നു. ഞാൻ പിന്നീട് ആ പൈസ തിരിച്ചു വാങ്ങിയിട്ടില്ല. ഈ കൊച്ചാണ് എന്നെ വിളിക്കുന്നത്, ചേച്ചി, ഞാൻ ചേച്ചിയെ സ്വപ്നം കണ്ടു, ചേച്ചി എവിടെയാണ്? ഞാൻ കരഞ്ഞു പോയി, പൊട്ടിക്കരഞ്ഞു, എൻ്റെ അവസ്ഥ പറഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ 10,000 രൂപ വെച്ച് ഈ മാസം മുതൽ ഞാൻ ചേച്ചിക്ക് തരാം. അപ്പോൾ എൻ്റെ സങ്കടം, സരിത അഭയം തന്നു, എനിക്ക് ഭക്ഷണം തരുന്നു, എനിക്ക് താമസിക്കാൻ ഇടം തരുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നു. എൻ്റെ മകനും കൂടി എനിക്ക് സൗജന്യം ചോദിക്കാൻ പറ്റുമോ? അവൻ്റെ ഹോസ്റ്റൽ ഫീസ് ഞാൻ കൊടുത്തേ മതിയാവും. അതിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. നിയോഗങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. കൊച്ചു പറഞ്ഞു 10,000 രൂപ, അപ്പോൾ 5,000 രൂപ മതിയല്ലോ ഹോസ്റ്റൽ ഫീസ്.